ഇപ്പൊ ഞാൻ ഫേക്ക് ആക്കി എന്ന് പറയുന്നു, അരി എണ്ണം പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറയുന്നു ഞാൻ ഫേക്ക് ആക്കി. ഓക്കെ ബ്രദർ, ഞാൻ ഫേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് ഇത് ആദ്യം അങ്ങ് ചെയ്താ പോരെ? അനക്ക് ആദ്യം തന്നെ എന്റെ ഈ പറഞ്ഞ പോലെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ ഇവിടെ 4 പേര് ഇരിക്കുന്നുണ്ട്, മനസ്സിലാ? എനിക്ക് പിരാൻ തുടങ്ങി ഞാൻ എന്തെല്ലോ പറഞ്ഞു ഗൈസ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഇനിയിപ്പോ ഇത് എടുത്തിട്ട് അടുത്ത വീഡിയോ ഇടുമായിരിക്കും, അടുത്ത എന്തെങ്കിലും ഒലത്തുമായിരിക്കും. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എനിക്ക് ഇവന്റെ ഒന്ന് ബാക്കിൽ നിന്ന് നടക്കാനോ ഇവന്റെ ഒന്ന് ഇതാക്കാനോ എനിക്ക് താല്പര്യവും ഇല്ല, എനിക്ക് സമയവും ഇല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ബ്രദർ നല്ല രീതിക്ക് ബാങ്ങ് തിന്ന് ഉഷാറാകും. ഓക്കെ ഞാൻ നീ വരുന്ന ഇത് അറിയൂ പോലും. ഞാൻ വിചാരിച്ചു നീ എന്താ ചെയ്യാൻ. മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം ഗൈസ്, മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം, മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വെറുതെ വർത്താനം പറഞ്ഞ് ഇതിന്റെ പേരില് കുറെ കൊണയടിക്കാനോ ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റ് ചെയ്യാം, അതല്ല അതിന്റെ ഒരു ന്യായം. വെറുതെ ഞാനിപ്പോ എന്തെടുത്ത് കാണിച്ചാലും പറയും ഇത് അങ്ങനെ ആക്കി, ഇത് ഇങ്ങനെ ആക്കി, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ്. എന്തിനാ ഇതിന്റെ എല്ലാം ആവശ്യം? നമുക്ക് നേരെ ഇവിടെ കൊണ്ട് കാണിക്കാം. ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യട്ടെ, അവര് റിസൾട്ട് തരട്ടെ. 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കട്ടോ പരിപാടിയോ ബ്ലോഗ് പോലെ കട്ട് ചെയ്യാനോ ഒരു പരിപാടി ഇതിൽ നടക്കൂല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പോൾ 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ ഓക്കെ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിതെന്തായാലും ലൈവായിട്ട് ഇത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് എന്താ, ഞാനെന്തോ വേറെ ആളെ ഇത് കൊടുത്തു, അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയിൽ വേറെ ആരുതോ മൂത്രം കൊടുത്തു, അങ്ങനെ പലതും എന്തൊക്കെയോ ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പിയോ പഴയതോ ഒന്നും വേണ്ട, ഇവിടെ വന്ന് പുതിയതായിട്ട് എടുത്താൽ പോരെ. ഇവിടെ വന്ന് പുതിയതായിട്ട് എടുത്താൽ മതിയല്ലോ. പുതിയതായിട്ട് ഈ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട്. അതിന് ബാക്കി നമുക്ക് നോക്കാം. ഇപ്പം വെറുതെ നമ്മൾ പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല, സംഭവം കാണിക്കാൻ അത്രേ നമ്മളെ കൊണ്ട് പറ്റും. പോലീസ് വരും ഇപ്പം. എന്താണിത്? RP അല്ല ഇത്. ഞാൻ ഇവിടെ ജീവിതം കൊണ്ട് പണി കിട്ടിയിരിക്കുമ്പോ RP. ഹലോ 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 20 മിനിറ്റ് അല്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, 2 മണിക്കൂർ ഞാൻ ഇതേപോലെ എടുക്കും. പോലീസ് വന്ന് പിടിക്കേണ്ടത് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇതെന്താന്ന് ഇനി ഇത് വരാമെന്നുള്ളത് നമുക്കറിയില്ല. ഓൾഡ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതാണ് ഞാനെന്തോ വേറെ എന്തൊക്കെയോ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെയോ യൂസ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നത്, പല അലിഗേഷൻസും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾഡ് ഇതിൽ എന്തൊക്കെയോ യൂസ് ചെയ്ത് വേറെ ആൾ ഇത് കൊടുത്തു. അത് എന്നാൽ പിന്നെ ആദ്യം അങ്ങനെ ചെയ്താൽ പോരെ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യം എന്താ? അത് എന്തൊരു പൊട്ടത്തരാന്നത്. ഇതിപ്പോ എന്താ ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നു, ഇത് യൂറിൻ കൊടുത്തു. ഇനി ബാക്കി എന്താണ് റിസൾട്ട് വരട്ടെ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വരട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ എന്ത് കാണിച്ചാലും വിശ്വസിക്കാത്ത കൂട്ടത്തിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞതിൻ്റെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ലൈവായിട്ട് ഇവിടെ വരുന്നു. ഡിയോ ലാബിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു, അവരിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരും, 2 മണിക്കൂറിൽ റിസൾട്ട് വരും. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ തയ്യാറാണ്. അല്ല, അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് കുറച്ച് ഉപകാരം ചെയ്ത് തന്നെ ഇപ്പം നിർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വേറൊരു കുറച്ച് പരിപാടികളിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം
അവർക്ക് പോലും ഈ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളും ആയി. ഏഹ് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ കൂടെ നിൽക്കും. നമുക്ക് നോക്കാം സത്യമാണോ ഇതാണോ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. ഇതിപ്പോ ഇവിടെ ഡയറക്റ്റ് ഇതല്ലേ, ഇതില് വേറെ ഞാൻ ഹാർഡ് കോപ്പിയിൽ കള്ളത്തരം കാണിക്കോ അല്ലെങ്കിൽ മറ്റേ കോപ്പിയിൽ കള്ളത്തരം കാണിക്കോ അല്ലെങ്കിൽ ആളെ വിളിച്ച് ഇതാക്കിയോ ഒന്നുമല്ലല്ലോ. വ്ളോഗല്ലല്ലോ, ഇതിൽ കട്ടില്ലല്ലോ. ഇതിലിതാ ഞാൻ നേരെ വരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് അതോറിറ്റീസിനെ വിളിച്ച് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, കണ്ണൂരുള്ള ഈ ബ്രാഞ്ചിൽ. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇതിലേക്ക്. അതിന്റെ വ്ളോഗ് ഇപ്പോൾ ഇന്ന് രാത്രിയോ നാളെ ആയിട്ട് അതിന്റെ വ്ളോഗ് വരും. അപ്പോൾ അത് അവർക്കും കൂടി ഈ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ നിൽക്കുന്ന ആളുണ്ട്, മനസ്സിലായി, ഒരു ടീമുണ്ട്. അപ്പൊ അവർക്കും കൂടി ഈ പറഞ്ഞ പോലെ ഇതിൽ സംശയം വരാനും പ്രശ്നങ്ങൾ വരാനും ഇതായി. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് ഇത് കാണിച്ച് ഇത് തീർക്ക്, അങ്ങനെ ഇത് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് വന്നിട്ട് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ലാഗോ കാര്യം ഒന്നും കുഴപ്പമില്ല, ഇത് കാണിച്ച് ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ. മനസ്സിലായോ? ഇതിന്റെ സത്യം കാണിച്ചിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും എത്ര മണിക്കൂറായാലും ഇതെന്താന്ന് നമുക്ക് നോക്കാം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇത് വെറുതെ ബായിനെ കൊണ്ട് പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ ഞാനിത് എങ്ങനെ ഇനിയിപ്പോ ഹാർഡ് കോപ്പി കാണിക്കുമ്പോൾ പറയുന്ന ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വേറെ ആളെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അതില്ല. അപ്പൊ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ല, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടതിനോടൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം മൂപ്പര് ഈ പറഞ്ഞ സംശയം തോന്നി അത് ഇതാക്കി. പക്ഷെ അത് സംശയത്തിന്റെ ഒരു മാർക്ക് അവിടെ വെക്കണമായിരുന്നു, അല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പറയരുതായിരുന്നു ബ്രോ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയത്തിന്റെ ഒരു ഇത് അവിടെ വെക്കണമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരാളെ ഇതാക്കരുത്. നമുക്ക് എന്തായാലും ഇപ്പൊ നോക്കാം, റിസൾട്ട് വരട്ടെ, എന്താന്നുള്ള കാര്യം വരട്ടെ, നോക്കാം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 3 ആഴ്ച ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. ഇതിപ്പോ ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇതാക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അല്ല ഇതിന്റെ ന്യായം. വെറുതെ ബായിനെ കൊണ്ട് പറയല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞത് ഞാനിത് എങ്ങനെ ഇനിയിപ്പോ ഹാർഡ് കോപ്പി കാണിക്കുമ്പോൾ പറയുന്ന ഹാർഡ് കോപ്പി ഫേക്ക് ചെയ്യാൻ പറ്റും, അതിൽ വേറെ ആളെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അതില്ല. അപ്പൊ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അല്ല, സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടതിനോടൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം മൂപ്പര് ഈ പറഞ്ഞ സംശയം തോന്നി അത് ഇതാക്കി. പക്ഷെ അത് സംശയത്തിന്റെ ഒരു മാർക്ക് അവിടെ വെക്കണമായിരുന്നു, അല്ലാതെ കംപ്ലീറ്റ്ലി ഇത് പറയരുതായിരുന്നു ബ്രോ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയത്തിന്റെ ഒരു ഇത് അവിടെ വെക്കണമായിരുന്നു. കംപ്ലീറ്റ്ലി ഒരാളെ ഇതാക്കരുത്. നമുക്ക് എന്തായാലും ഇപ്പൊ നോക്കാം, റിസൾട്ട് വരട്ടെ, എന്താന്നുള്ള കാര്യം വരട്ടെ, നോക്കാം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് 3 ആഴ്ച ഉണ്ടാവും എന്നല്ലേ പറയുന്നത്. ഇതിപ്പോ ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇതാക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഇത് കാണിക്കുന്നു, ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടായാലും എടുക്കാൻ ഞാൻ തയ്യാറാണ്. ബാക്കി നമുക്ക് എന്നിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലോ സംസാരിക്കലൊന്നുമില്ല. അപ്പൊ അതാണ് ഇവരോടും പറഞ്ഞ കാര്യമില്ല, മനസ്സിലാവില്ല. അപ്പൊ ഇപ്പൊ അറിയാം എന്താണ് എങ്ങനെയാണെന്നല്ല, ഇപ്പൊ അറിയാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എന്താ സംഭവം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താ സംഭവം. മുമ്പത്തെ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്ലോഗിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് സത്യം. അതെല്ലാവരും പറയുന്നവര് അവര് തെളിയിക്കട്ടെ, അല്ലാണ്ട് ഞാനല്ല തെളിയിക്കേണ്ടത്. ഇപ്പൊ എല്ലാന്ന് പറയുന്ന ആരാ, അവരാണ് തെളിയിക്കേണ്ടത്. ഈ അലിഗേഷൻസ് പറയുന്നവരല്ലേ തെളിയിക്കേണ്ടത്. ഞാൻ ഉള്ളത് ഞാൻ കാണിച്ചു. ഇനിയിപ്പോ അവർക്ക് അത് ഇതാക്കണമെന്നുണ്ടെങ്കിൽ അവരത് തെളിയിക്കണം, അല്ലാണ്ട് ഇത് മൊത്തം ഇതാക്കണം. ഞാൻ ചെയ്തിട്ട് കണ്ടന്റ് പോലും എന്നിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോ ഇതിപ്പോ ദയവായിട്ട് ഞാൻ വന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടും ചിലപ്പോ. ഞാൻ ഇത് എന്താന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ വരണ്ടല്ലോ, മുമ്പത്തെ ശരിയാണെങ്കിൽ ഇത് ശരി തന്നെയാണ് വേണ്ടത്. സൗണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് റിസൾട്ട്. എന്താന്നറിയില്ല, ഞാൻ തന്നെ നോക്കട്ടെ. ഒന്ന് പിടിക്കാം, ഞാൻ കറക്റ്റാണോ? ഓക്കെ,
ഇത് ആദ്യത്തെ പോലെ തന്നെ. യെസ്. അപ്പൊ ഇത് ആർക്കും വേണമെങ്കിൽ നോക്കാം, ആർക്കും വേണമെങ്കിൽ ഇതാക്കാം. എനിക്ക് തന്നെ ഇതില് കുറെ കൂടുതൽ സംസാരിക്കാനോ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് കുറെ ഇനി 2 എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അത് ഇതാക്കി റീച്ച് ആക്കാനോ ഇതാക്കാനോ എലിഗേഷൻസ് വേറെ ഒരാളെ പേരിൽ പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞവരാരാണോ അവര് തെളിയിക്കട്ടെ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആർക്കാണോ ഇതുള്ളത് അവര് ക്ലിയർ ആക്കണം. ഞാൻ ലൈവായിട്ട് വന്ന് ലൈവായിട്ട് എൻ്റെ മൂത്രം കൊടുത്ത് ലൈവായിട്ട് ഇവിടെ കാണിച്ച് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി എനിക്ക് ഇനി വേറെ പണിയുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കുക, ഇതിന്റെ മറ്റേ ഇതും നോക്കിയിട്ട് നടക്കാൻ എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യില്ല. എനിക്ക് മൈൻഡ് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഒരു 100 ഇതിന്റെ പ്രശ്നത്തിന്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആക്കി എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ ഇത് ഫേക്ക് ആക്കിയാ പോരാ മൊണ്ണകളെ, ബുദ്ധിയില്ലാത്തവന്മാരെ. അങ്ങനെ ആണെങ്കിൽ ഇതാണ് ജാസിന്റെ റിസൾട്ട്. മനസ്സിലായോ? ഇത് ഈ 4 പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ മൂത്രം എനിക്ക് എടുത്ത് കൊടുത്താ പോരെ. ഞാൻ അത്രക്ക് പൊട്ടനാന്നോടാ. ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല, ഒരു മിനിറ്റ്, നീ പോവാ. ഇതാ ജാസിന്റെ റിസൾട്ട് ഇതാ. ഇതെല്ലാം ആരും സ്കാനാ പുല്ല. ആദ്യം ലൊക്കേഷൻ ലീക്ക് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മറച്ചു പിടിച്ചതും ഇതാക്കിയതല്ല. പിന്നെ ഓനെല്ലാം അരി വാങ്ങി തിന്നാൻ വേണ്ടി നമ്മളെ വിറ്റാലെ പറ്റൂന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇതാ പിന്നെ ഇതൊന്ന് നമ്മള് പറയുന്നതല്ല വിശ്വസിക്കാം. നെഗറ്റീവിനാണ് റീച്ച് കൂടുതൽ. അപ്പൊ നെഗറ്റീവ് ആരാന്ന് ഉണ്ടാക്കുന്ന അതിന് ഇത് കൂടും. അപ്പൊ അത് വിട്, ഞാൻ ആ കേസ് വിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്ക് നടക്കാനോ ഇതിന്റെ ഇത് മണപ്പിക്കാനോ ഇതിന്റെ ഇത് വാല് പിടിക്കാനോ ഞാനില്ല. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവരാണെന്ന് നെഗറ്റീവ് പറഞ്ഞ് നടക്കട്ടെ. എനിക്ക് ഇവനെ നോക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ ലൈവായിട്ട് വന്നിട്ട് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ലൈവിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നതും ഇതാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇത് ഞാനല്ലല്ലോ, ഞാനൊരു വീഡിയോ ഇട്ടു, അതില് ഞാൻ പറയുന്നുണ്ട്. അത് വിശ്വസ്തത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്, അല്ലെ? അപ്പൊ അത് എല്ലാന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവനാ, അല്ലാണ്ട് ഞാൻ എങ്ങനെയാ തെളിയിക്കേണ്ടത്? ഇതെല്ലാം ഞാൻ ഇതെന്താ ഇത് പരിപാടി? ഞാനൊരു വീഡിയോ ഇട്ട് ഒരു കാര്യം, സത്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നെയും സത്യം ഞാൻ തന്നെ പിന്നെയും ഇതാക്കണോ? പിന്നെയും ഞാൻ തന്നെ വീഡിയോ ഇടണം? അതെന്താ അതിന്റെ അർത്ഥം? ഇത് ഫേക്കാന്ന് പറയുന്ന ആരാണോ ഓനല്ല അതിന്റെ വീഡിയോ ഇടണ്ടേ, അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു ഇതാ, ഞാൻ കണ്ട സാധനത്തിന് 2 ഇതാന്ന് ഞാൻ പറയുന്നു, ഞാൻ അത് കാണിച്ചു കൊടുക്കുന്നു. അതല്ല 3 പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ആ 3 പറയുന്നവനല്ല അത് 3 തെളിയിക്കേണ്ടത്, അല്ലാണ്ട് ഞാനല്ലല്ലോ അത് തെളിയിക്കേണ്ടത്. ഓൻ തെളിയിക്കട്ടെ. ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതെന്ത് ഇവന്റെ ഇതും തപ്പി നടക്കുന്നോ? ഞാൻ എന്റെ ഇത് ഇടുന്ന എന്റെ ആങ്കിലല്ലോ, അവിടുന്നല്ലേ പറ്റൂ. അവിടെ ഒന്ന് വിളിച്ചടാ, ഒന്ന് വിളിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞ? ഇത് എന്താ, ഞാൻ അത്രക്ക് ബുദ്ധി ഇല്ലാത്തവനാ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫേക്ക് ചെയ്യാനാണെങ്കിൽ ആദ്യം ഞാൻ അല്ലേ ചെയ്യേണ്ടത്? ആദ്യം ഞങ്ങൾക്ക് അതല്ലേ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ചെയ്യേണ്ട ഫേക്ക് അല്ലേ? ഞാൻ എന്തിനാ രണ്ടാമത്